ഈ ഗുജറാത്ത് എന്ന് പറയുന്നൊരു നാടുണ്ട്. അവിടെ നിന്നൊരാൾ വന്നിട്ട് ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ആയിട്ടിരിക്കുന്നുണ്ട്. തലയ്ക്ക് വെളിവില്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞു. തലയ്ക്ക് വെളിവില്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞു. അയാളുടെ പേരൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇനി എൻ്റെ നാവ് കൊണ്ട് അത് ഉച്ചരിച്ച് എൻ്റെ നാവ് കേടാക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ടാണ്, പേടിച്ചിട്ടൊന്നുമല്ല. അയാള് വന്ന സ്ഥലത്ത് നിന്ന് തന്നെയാണ് നമ്മുടെ രാഷ്ട്രപിതാവും വന്നത്. അദ്ദേഹത്തിൻ്റെ പേര് വളരെ അഭിമാനത്തോടു കൂടി ഞാൻ പറയുന്നു, മഹാത്മാഗാന്ധി. പക്ഷെ ഇപ്പോൾ ഇവിടെ ഒരു പ്രശ്നം, മഹാത്മാഗാന്ധി പ്രതിനിധീകരിച്ച അഥവാ മഹാത്മാഗാന്ധിയെ പോലുള്ള ഹിന്ദുക്കളുടെ പ്രതിനിധിയായിട്ടാണ് എനിക്ക് അറിയപ്പെടാൻ ഇഷ്ടം. അങ്ങനെയുള്ള ഒരു ഹിന്ദുക്കൾ ഉണ്ടാവുന്ന നാട് മാത്രമേ നല്ല നാടായി, മേന്മയുള്ള നാടായി, സമാധാനമുള്ള നാടായി, സഹിഷ്ണുതയുള്ള നാടായി, ജനാധിപത്യവും മതേതരത്വവും വികസനവും ദരിദ്രനാരായണന്മാരുടെ കഷ്ടപ്പാടുകൾ ഇല്ലാത്തതും ആയ ഒരു രാജ്യമായി ഇന്ത്യ മാറാൻ സഹായകമാവും. പക്ഷേ ഇവിടെ ഇപ്പൊ ഗാന്ധിയെ പ്രതിനിധീകരിക്കുന്ന ഹിന്ദുവായാൽ അയാൾ മിക്കവാറും രാഷ്ട്രദ്രോഹിയാവും എന്നുള്ളതാണ് നിലവന്നിരിക്കുന്നത്. അതുകൊണ്ട് ഏകീകൃത സിവിൽ കോഡിന്റെ എതിരായ ഏതൊരു പ്രവർത്തനവും മഹാത്മാഗാന്ധിയെ രാഷ്ട്രപിതാവായി നിലനിർത്തുന്ന ഒരു ഇന്ത്യയെ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ആ പോരാട്ടത്തിന് സർവ്വവിധ ഐക്യദാർഢ്യവും മഹാത്മാഗാന്ധിയെ പോലുള്ള ഹിന്ദുക്കളുടെ ഒരു എളിയ പ്രതിനിധി എന്ന നിലയിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ ഉപയോഗിച്ച ഒരു പദം അല്പം തെറ്റിദ്ധാരണയുണ്ടാക്കും എന്ന് തോന്നുന്നു. അത് തലയ്ക്ക് വെളിവില്ലാത്ത ആള് എന്നൊരു പദമാണ്. കാര്യമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഞാനത് ഈ വേദിയിൽ പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾക്കെല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കും എന്നതുകൊണ്ട് അത് മറ്റ് വേദികളിൽ ഉപയോഗിക്കാനായി എൻ്റെ നിഘണ്ടുവിൽ ഏറ്റവും ആദ്യം തന്നെ സൂക്ഷിച്ചുകൊണ്ട് ഇവിടെ ആ വാക്ക് പിൻവലിച്ചതായി അറിയിക്കുന്നു. നമസ്കാരം.